നെഞ്ചകമോ കൊടിയേറ്റിയതെൻ ഭാവുകമോ കൊടിയേറിയതെൻ നെഞ്ചകമോ കൊടിയേറ്റിയതെൻ ഭാവുകമോ തുള്ളിത്തുടി കൊട്ടാൻ കോലം കെട്ടും കരയോരം ഉള്ളിൽ. ട്രാവൽ ഹബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുതുവിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. നമ്മളിവിടെ വന്നപ്പോ വലിയൊരു കാളെ കണ്ടായിരുന്നു. അപ്പൊ ഇത് നിർമ്മിച്ച ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം ചേട്ടൻ പറയുന്നത്. ലോകത്തുള്ള ഏറ്റവും എടുപ്പ് കാള ഒറ്റ കാളയാണ് ഇത്. പശ്ചിമക്ക് പൗരസമിതി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ അവരുടെ തീരുമാനത്തിൽ അങ്ങനെ ഒരു ഉത്സവമായി ബന്ധപ്പെട്ട് കെട്ടിത്തുടങ്ങിയതാണ്. അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു വലിയ കാളയെ കെട്ടിക്കളയാൻ. അങ്ങനെ ആ ഒരു പ്രകാരം നമ്മൾ ഏറ്റവും വലിയ എടുപ്പുകാലം പണിഞ്ഞ് ഈ നാടിന്റെ ആശ്രയവും അഭിലാഷവും എല്ലാമായ ഭഗവാൻ ശ്രീ പാർത്ഥസാരഥിയുടെ, അതായത് നമ്മുടെ മുതുവിലക്കാട് പെണ്ണുദേവർ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏക പാർത്ഥസാരഥി പ്രതിഷ്ഠിത ക്ഷേത്രമാണ്. മറ്റുള്ളിടത്തെല്ലാം മഹാവിഷ്ണു പ്രതിഷ്ഠ ഉണ്ടെങ്കിലും പാർത്ഥസാരഥി രൂപത്തിൽ ആരാധിക്കുന്നത് മുതുവിലക്കാട് മാത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാളയെ കുറിച്ച് ആദ്യം ആലോചിക്കുന്നത്. പിന്നെ ഈ കാളയെ നമ്മുടെ പല സ്ഥലത്തും പന്തളത്തും നെഴുവേലി, പിന്നെ കൊട്ടാരക്കര, എന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ഐഡിയയിലായിരുന്നു. ഇതിനെ വളരെ കഠിന പ്രയത്നം ചെയ്തു. പൈസ കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ കണ്ടെത്തി വളരെ ഏകദേശം 40 ലക്ഷം രൂപ 5 വർഷം മുമ്പ് കണ്ടെത്തി മുടക്കിയാണ് ഞങ്ങളിത് ഇത്തരത്തിലേക്ക് എത്തി കൊണ്ടുവന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ വളരെ സമയമെടുത്തു. ഇങ്ങനെ എടുത്തിവിടെ കൊണ്ടുവരാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. രാത്രി 1 മണിയോളമായി പൈപ്പുമുക്കിൽ ഇവിടെ വന്നപ്പോൾ ഏകദേശം 1 കിലോമീറ്ററും 2 കിലോമീറ്ററോളം വരും ഏകദേശം ആ ദൂരം എടുത്താണ് കാള കൊണ്ടുവന്നത്. അപ്പം മറ്റുള്ളതെല്ലാം കാളയുണ്ട്, ഇത് വലിയ കാളകളാണ്. പക്ഷെ അതിനെല്ലാം വീണ്ടും ഉരുട്ടുകയാണ് ചെയ്യുന്നത്. ഇത് വാർത്തയെടുത്തതിനെ പോലെയല്ല, ഇത് ഒറ്റക്കാളയാണ്. ഇത് ഇരട്ടക്കാളയാണ് വാർത്തയെടുത്തില്ല, ഒറ്റക്കാള. അതിങ്ങനെ ഈ തൂക്കി വെച്ച് അലങ്കരിച്ച് കൊണ്ടുവരുന്ന കാളകളും അപൂർവമായിട്ടാണ് ഉള്ളത്. ഇതിങ്ങനെ ഇത്രയും വലിയ എടുപ്പുകാള വേറെ എങ്കിലും ഇല്ല എന്നാണ് എന്റെ അറിവില്ല വേറെ. കാളയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് പല്ലേം പോയി കണ്ടിങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് എടുപ്പ് കാളകളെ തന്നുകൊണ്ടിരുന്ന ആ കാളകെട്ടിനും കൂടെ വന്നുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നിലയ്ക്കൽ രാജേഷാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ ശില്പി. അപ്പം ഇതിന്റെ തടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ തടിയെടുത്തു അപൂർവ മരത്തിലാണ് ഇതിന്റെ തല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ തല കൊത്തിയെടുത്ത് അതിനെ പെയിന്റ് ചെയ്ത് ഏകദേശം ഒരു മാസം കാലം കൊണ്ട് അതിനെ കൊത്തി എടുത്ത് വൃത്തിയാക്കി പെയിന്റ് മേടിച്ചെടുത്തതാണ്. അപ്പൊ നിലവിലിപ്പോ 4 വർഷമായി കാള എടുത്തു വരുന്നുണ്ട്. പക്ഷെ എല്ലാ വർഷവും നമ്മൾ പെയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് അതിനെ എല്ലാം ഭംഗിയായി കൊണ്ട് നടക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓരോരുത്തരും ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ആണ് ഏറ്റവും വലിയ കാര്യം. ഒരു നാട്ടുകാരുടെ കൂട്ടായ്മയിലാണിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കൂട്ടായ്മയിലാണ് ഇത് എടുക്കുന്നത്. അല്ലാതെ ഇതിനെ വേറെ ഒരു ഫണ്ടിങ് ഏജൻസിയോ മറ്റൊന്നുമില്ല. എല്ലാം അവരവരുടെ അധ്വാനം കുത്തുന്ന വീതം വെച്ച് നടത്തുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാളയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ബൈ ബൈ. വരികയായി കതിരൊടികൾ അരികില ഉണരും കരകണികാൻ